ഹലോ ഞാൻ ഷജ. ഇന്ന് ഞാൻ ഡിസംബറത്തെ ബുള്ളറ്റ് ജേർണൽ ചെയ്യണ കാണിക്കാം. അത്രയ്ക്ക് അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഐഡിയാസ് എല്ലാം ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഡിസംബർ മന്ത് ഒരു ക്രിസ്മസ് ആൻഡ് റെഡ് വൈബിലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നത് ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ തീമിലാണ്. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ടെല്ലാം റഫായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മളുടെ നോർമൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് ട്രീം എല്ലാം ഉണ്ടാവുന്ന ഈ ബോൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ടൈപ്പിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ലീവ്സൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഒരു ചിത്രമായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റെഫറൻസ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇറേസ് ചെയ്ത് കളയാണ്. ഇതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബുക്ക് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ്, A4 ഷീറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് A4 ഷീറ്റാണ് ഇതിൻ്റെ പേജസ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത് വന്നപ്പോൾ കളേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഷെയ്ഡ് വന്നത്. ഞാൻ പെയിൻറ്റ് ചെയ്ത സെയിം കളറല്ല എനിക്ക് A4 ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ ബോൾസിനൊക്കെ ഒരു ഗ്ലോസി എഫക്റ്റ് വരാൻ വേണ്ടി ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് അതിൻ്റെ കോർണേഴ്സ് അറ്റത്തൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ ഞാൻ ഡിസംബർ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട്. പിന്നെ ഈ സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു കലണ്ടറോ അല്ലെങ്കിൽ കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പേജിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ അടുത്ത പേജ് ചെയ്യണ കാണിക്കാം. ഇനി ഈ പേജിൽ കലണ്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് പെൻസിൽ വെച്ചിട്ട് റഫായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയ്ക്ക് കളർ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇറേസ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ വരച്ചു കൊടുക്കാം. ഇതിലും ഞാൻ നമ്മൾ ഫസ്റ്റ് പേജിൽ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ബോൾസ് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ടോപ്പ് പോർഷനിൽ മാത്രം അങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ഒരു ബോക്സും കൂടെ എക്സ്ട്രാ വരച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമുക്കിത് ഈ കലണ്ടറിൽ എല്ലാ കാര്യങ്ങളും ഡേറ്റ്സിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യമൊന്നും ഈ കുഞ്ഞു ബോക്സിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ചെയ്ത് തീർക്കാനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡേറ്റ് ഇട്ടിട്ട് അതിൻ്റെ നേരെ എഴുതി കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഈ കലണ്ടറിൻ്റെ മേലായിട്ട് നമ്മളുടെ ഡേയ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കലണ്ടറിൽ ഞാൻ നമ്പേഴ്സ് എല്ലാം സൈഡിലായിട്ടാണ് എഴുതി കൊടുക്കുന്നത്. കാരണം നമുക്ക് ആ ബോക്സിൽ തന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ എഴുതാം. പിന്നെയും എക്സ്ട്രാ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോക്സിലും എഴുതി കൊടുക്കാം. ഇതിൽ വാട്ടർ കളർ വർക്കാവാത്തതുകൊണ്ട് ഞാൻ സ്കെച്ച് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്കെച്ചിൽ നമുക്ക് വേണ്ട കളേഴ്സൊന്നും മിക്സ് ചെയ്തുണ്ടാക്കാനൊന്നും പറ്റാത്തതുകൊണ്ട്
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വാട്ടർ കളറിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഡേയ്സും ബ്ലൂ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് ഞാൻ ഡിസംബർ എഴുതണം വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ബോൾസ് വരച്ച കാരണം അവിടെ സ്പേസ് ഇല്ലായിരുന്നു. ആദ്യം തന്നെ ഞാൻ അവിടെ വിടാനായിട്ട് മറന്നു പോയതാട്ടോ. വിചാരിച്ചു ഇനി എഴുതണ്ട, അങ്ങനെ നിന്നോട്ടെ. അപ്പോൾ കലണ്ടർ പേജിൽ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ മൂഡ് ട്രാക്കറും അതേപോലെ ഹാബിറ്റ് ട്രാക്കറും ചെയ്യുന്ന കാണിക്കാം. മൂഡ് ട്രാക്കർ ഞാൻ ഒരു ഡിയറിൻ്റെ കൊമ്പിലായിട്ട് തന്നെ ലൈറ്റ്സ് എല്ലാം കുരുങ്ങി കിടക്കുന്ന പോലെ വരച്ചിട്ട് ആ ലൈറ്റ്സിലാണ് ഞാൻ മൂഡ് ട്രാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതായിരുന്നു കേട്ടോ. ഇപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കോർണറിലായിട്ട് കീസ് വരച്ച് കൊടുക്കാം. പിന്നെ 5 റൗണ്ട്സ് വരച്ചിട്ട് അതിൽ ഇമോജീസ് വരച്ചിട്ട് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ 5 മൂഡ്സാണ് വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കോമൺ ആയിട്ട് വരുന്ന 5 സെലക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഫീൽ ചെയ്തു കേട്ടോ എനിക്ക്. അതേപോലെ ഇതിൽ അധികം കളേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടിയിലായിട്ടൊരു ബ്ലൂ കളർ വെച്ചിട്ട് മൂഡ് ട്രാക്കർ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. മൂഡ് ട്രാക്കർ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ ഹാബിറ്റ് ട്രാക്കർ ചെയ്യുന്ന കാണിക്കാം. ഒരു ബോക്സ് വരച്ചിട്ട് അതിൽ തന്നെ എല്ലാ ഹാബിറ്റ്സും ട്രാക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അറ്റത്തത് കുറച്ച് വലുതാക്കിയിട്ട് പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സസ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു റെഡ് കളർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹാബിറ്റ് ട്രാക്കർ എന്ന് എഴുതുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു ഇലസ്ട്രേഷനും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഹാബിറ്റ്സ് ഒന്നും ഞാൻ ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നില്ല. കാരണം ഡിസംബർ എന്ന് പറഞ്ഞ ഒരു എക്സാം മന്ത് ആണല്ലോ. അപ്പോൾ അധികം ഹാബിറ്റ്സ് ഒന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അപ്പോൾ എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ പേജിലായിട്ട് ബ്രെയിൻ ഡംപ് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും നമ്മളിപ്പോൾ ഇതിലൊന്നും പെടാത്ത വേറെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്പേസാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ബ്രെയിൻ ഡംപ് എന്ന് എഴുതിയിട്ട് പിന്നെ അതിനൊരു ബോർഡർ പോലെ വാട്ടർ കളറിൽ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അത്രയ്ക്ക് പ്ലെയിനായിട്ട് പോകണ്ട വിചാരിച്ചിട്ട് അതേ സെയിം ഷെയ്ഡ് കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് ഞാൻ കുറച്ച് സ്റ്റാർസും സ്നോസൊക്കെ ആയിട്ട് അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൽ സാധാരണ ബുള്ളറ്റ് ജേർണലിൽ ആഡ് ചെയ്യുന്ന അധിക കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ വീക്ക്ലി സ്പ്രെഡ്സും ടു ഡു ലിസ്റ്റും ഗോൾസും അങ്ങനെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്രാവശ്യം കുറച്ച് സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിൻട്രസ്റ്റിലൊക്കെ ഒന്ന് കയറിയാണ്ട് ചെക്കൗട്ട് ചെയ്താൽ നല്ല നല്ല ഐഡിയാസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്. ബൈ.